ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? ഈ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഐ ആം നസീമ ഷാഫി, ലൈഫ് കോച്ച്. നമ്മുടെ ജീവിതത്തിലോട്ടെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. കൂടുതലധികവും നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെയാണ്. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിലോട്ട് കൂടുതലായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പോസിറ്റീവായിട്ട് സന്തോഷത്തോടെയുള്ള ചിന്തകളാണ് കൊടുക്കുന്നതെങ്കിലോ ആ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള സന്തോഷത്തോടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നതെങ്കിൽ നമ്മൾ മതിമറന്ന് സന്തോഷിക്കും അല്ലേ? എന്നാൽ സങ്കടമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നതെങ്കിലോ നമ്മൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് അട്ടഹസിച്ച് കരഞ്ഞ് നിലവിളിച്ച് ആ ഒരു സിറ്റുവേഷനിൽ സങ്കടപ്പെട്ടിരിക്കും. ശരിക്കും നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. നമുക്ക് ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായാൽ പോലും ആ ഒരു ദുഃഖത്തെ മാറ്റി നിർത്തി ആ അവസരങ്ങളിൽ പോലും നമ്മൾ സംയമനം പാലിച്ച് മുന്നേറുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ, എന്നിട്ട് ആ ജോലി നിങ്ങൾക്ക് കിട്ടിയില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും? നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടും, ഒരുപാട് വിഷമിക്കും. ആ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം കുറ്റപ്പെടുത്തും. അവിടെ നിങ്ങൾ കണ്ട ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കണ്ട ആളുകളെ, ആ ദിവസം രാവിലെ എഴുന്നേറ്റ് കണി കണ്ട ആളെ, അങ്ങനെ എല്ലാവരെയും നിങ്ങൾ കുറ്റപ്പെടുത്തും. അവർ കാരണമാണ്, ഇവർ കാരണമാണ് എനിക്കത് നേടാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കും. ഈ ഒരു അവസരത്തിൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് മറ്റൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, മറ്റൊരു ജോലി നമുക്ക് നേടും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ആ ഒരു ശുഭപ്രതീക്ഷയോടെ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. എനിക്ക് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പല സാഹചര്യങ്ങളുടെയും മുന്നോട്ട് വന്ന ഒരാൾ തന്നെയാണ് ഞാനും. ആദ്യമൊക്കെ ഈ അവസരത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കരഞ്ഞ് നിലവിളിച്ച് ഒരുപാട് ബഹളം വെച്ച് ദിവസങ്ങളോളം കണ്ണീര് പൊയ്ക്കൊക്കെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞത് മുതൽ എന്ത് സാഹചര്യം വന്നാലും അതിനെയെല്ലാം നല്ല കരുത്തോടെ, നല്ല സംയമനം പാലിച്ച്, നല്ല മനക്കരുത്തോടെ മുന്നേറുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചത് ഈസി ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് സാഹചര്യവും ഏത് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന കാര്യങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാറ്റേണ്ടത്. നമ്മളെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും നെഗറ്റീവായി ഇരുന്നാൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കണോ നെഗറ്റീവ് ആക്കണോ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.